Good afternoon. Good afternoon. കുറെ നാളായാലും കണ്ടിട്ട്. മേഘ, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു മിസ്സേ. എല്ലാം ചെയ്യാൻ പറ്റിയോ? ഏകദേശം. അല്ലേ? ഓക്കെ. ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? ഷിജു, എന്തോ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു മിസ്സേ. കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് എടുക്കുന്നത്, ചാപ്റ്റർ 6 കേട്ടോ. മിസ്സേ, ഞങ്ങള് ഫസ്റ്റ് ബാച്ചുകാര് കുറച്ച് പേരുണ്ട് കേട്ടോ ഇതില്. കുഴപ്പമില്ലല്ലോ അല്ലേ? എന്നോട് പറഞ്ഞായിരുന്നു, രമ്യ മിസ് പറഞ്ഞായിരുന്നു. സെക്കൻഡ് ബാച്ചിലുള്ളവർ ആരൊക്കെയാ? അപ്പോ അവര് അധികം കയറിയിട്ടില്ലേ? എന്തായാലും നിങ്ങൾക്ക് ഇത് റിവിഷൻ ആയിക്കോളുമല്ലോ, കുഴപ്പമില്ല, കേട്ടുള്ളൂ കേട്ടോ. ഓക്കെ. ചാപ്റ്റർ 6 എന്താ? സാരിയാണ് കൊടുത്തേക്കണേ. അതെ, സാരി എടുത്തിട്ടുണ്ട്. നല്ലതാണോ? സുന്ദരിയായിട്ടുണ്ട്. സുന്ദരിയായിട്ടുണ്ടോ? താങ്ക് യു. സാരി എടുത്തിട്ട് വന്നിട്ടില്ല നിങ്ങൾക്ക് കേട്ടോ. വേറെ കുട്ടികൾക്ക് സാരി എടുത്ത് പോകുന്നേ. ആദ്യമായിട്ട് വന്നതാ സാരി എടുത്ത്. എന്താണ് ഞങ്ങൾക്ക് പ്രായം കൂടുതലാന്ന് ഓർത്തണു? എന്താ? ഞങ്ങൾക്ക് പ്രായം കൂടുതലാന്ന് ഓർത്താണോ സാരി എടുത്ത് വരാത്ത? അയ്യോ, അല്ല 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 അല്ല, സാരി എടുക്കാൻ കുറെ സമയമൊക്കെ എടുക്കുമല്ലോ. തിരക്ക് പിടിച്ചിട്ടൊക്കെയാ വരുന്നേ. 2-3 ബാച്ചൊക്കെ ഉള്ളപ്പോ പറ്റില്ല. സാരി എടുക്കാൻ തോന്നി സാരി എടുക്കും, അത്ര തന്നെ. നമ്മളിത് സെക്കൻഡ് ബാച്ച് ആയതുകൊണ്ട് എന്താണ് കൂടുതൽ കാര്യങ്ങൾ നമ്മള് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറയുന്നേ. റിവിഷൻ പോലെ അല്ല കേട്ടോ, അതറിയാലോ നിങ്ങൾക്ക്. അറിയാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. OPD means outpatient department where patients come to the hospital to consult their health issues with the doctors to start the treatment. OPD services are medical care provided on an outpatient basis that include diagnosis, observation, consultation, treatment, intervention and rehabilitation services. അതായത് OPD എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ, ഒരു ഹോസ്പിറ്റലിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യൻസ് വരുന്നത് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് OPD സർവീസ്, അതായത് OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സർവീസ് നമ്മൾ കൊടുക്കുന്നത് ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ്. അതായത് പുറത്തു നിന്നുള്ള രോഗികളാണ് എവിടെ വരുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. അവര് അവിടെ വരുന്നു, ഡോക്ടറെ കാണാനുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യുന്നു, ഡോക്ടറെ കാണുന്നു, കൺസൾട്ടേഷൻ ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നു, മരുന്നുകളൊക്കെ മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവര് തിരിച്ച് വീട്ടിൽ പോകുന്നു. ഈ ഒരു ഇത് നടക്കുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണത് നടക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും ഉണ്ട്. അതായത് ഒരു രോഗിയുടെ രോഗനിർണയം മുതല് അദ്ദേഹത്തെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്തിൽ പെടുന്നതാണ്? ഈ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസിൽ വരുന്നതാണ് കേട്ടോ. അതിനകത്ത് ആദ്യം എന്താണ്? ഡയഗ്നോസിസ് അല്ലെ? ഡയഗ്നോസിസ് വരുന്നുണ്ട്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഈ സർവീസുകളൊക്കെ നടക്കുന്നത് എവിടെയാ? ഔട്ട് പേഷ്യന്റ് സർവീസിന്റെ ഭാഗമായിട്ട് അവര് കൊടുക്കുന്ന സേവനങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ ഇവിടെ പറയുന്നത് ഡയഗ്നോസിസ് ആണ് കേട്ടോ. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് ആൻ ഇൽനെസ് ഓർ അതർ പ്രോബ്ലം ബൈ എക്സാമിനേഷൻ ഓഫ് സിംറ്റംസ്. അതായത് രോഗിയുടെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ വെച്ചിട്ട് എന്താണ് നമ്മള് നിർണയം നടത്തുകയാണ്. ഇപ്പൊ നമ്മള് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള, അതായത് ചില കാര്യങ്ങളിൽ നമുക്ക് എന്താണ് ചില സിംറ്റംസ് ഉണ്ട്. ചിലപ്പോ എന്താണ് ഛർദി ഉണ്ടാവാം, അല്ലെങ്കിൽ നേരിയ പനി ഉണ്ടാകാം, ചുമ ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയുമ്പോൾ നമ്മൾ ഡോക്ടർ തന്നെ എന്താണ് അത് ഡയഗ്നോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പൊ ടെസ്റ്റ് ആവശ്യമാണെങ്കിൽ ടെസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ് ഡോക്ടർ തന്നെ പറയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള ആന്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ എന്താണ് ഡോക്ടർ കുറിച്ചു കൊടുക്കുന്നത് അല്ലെ.
അപ്പൊ ഡയഗ്നോസിസ് അവിടെ ആദ്യം നടക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഒബ്സർവേഷൻ. ഓക്കെ, ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിംഗ് സമ്മൺ. ഒരാൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാല് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്താണ്, അയാൾക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ എന്താണ്, അയാളെ ഒബ്സർവ് ചെയ്യുന്നത്. കുറച്ചു നേരം എന്താണ്, ഇപ്പൊ അവശനായിട്ടുള്ള ഒരു രോഗിയൊക്കെ ആണെങ്കിൽ അവരെ ആ ഒരു രോഗി എന്ത് ചെയ്യുന്നു, കുറച്ചു നേരം ഒബ്സർവ് ചെയ്തിട്ട് അവിടെ കിടത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, കൺസൾട്ടേഷൻ. A meeting with an expert medical officer in order to seek advice. അതായത് നമ്മൾ എന്താണ്, ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നു അല്ലെ, ഒരു അഡ്വൈസ് തേടുന്നു. അദ്ദേഹത്തിന്റെ ഇതനുസരിച്ച് അഡ്വൈസ് പ്രകാരമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ട്രീറ്റ്മെന്റ്. ദ മെഡിക്കൽ കെയർ ഗിവൺ ടു പേഷ്യന്റ് ഫോർ ആൻ ഇൽനെസ് ഓർ ഇഞ്ചുറി. ഏതെങ്കിലും ഒരു രോഗത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്കിനോ വേണ്ടിയിട്ട്, ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസോ വന്നു കഴിഞ്ഞാല് നമ്മൾ എന്താ, നമുക്ക് എന്താ, മെഡിക്കൽ കെയർ നൽകുന്നത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ഇന്റർവെൻഷൻ. ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. അതായത് രോഗം വന്ന് എത്രയും പെട്ടെന്ന് എന്താണ്, ആ രോഗം ഭേദമാകാനുള്ള നടപടികൾ എന്ത് ചെയ്യും. Action of restoring someone to health or normal life through training and therapy after illness. അതായത് ഒരു രോഗിക്ക് രോഗം വന്നു കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റിലൂടെ അദ്ദേഹത്തെ പഴയ അവസ്ഥയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ്, നമ്മള് കുറെ കാര്യങ്ങൾ എന്തെയും ചെയ്യും അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ അവര് ചെയ്യും. നോർമൽ ആയിട്ടുള്ള ലൈഫിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് തെറാപ്പികളും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, റിഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോ OPD ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുമ്പോൾ അവിടെ കൊടുക്കുന്ന പ്രധാനപ്പെട്ട സർവീസുകൾ എന്ന് പറഞ്ഞാൽ 1 ഡയഗ്നോസിസ്, 2 ഒബ്സർവേഷൻ, 3 ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ക്ലിയർ അല്ലേ? മനസ്സിലായി മിസ്. മനസ്സിലായല്ലേ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD ആണ് കേട്ടോ. OPDയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് ചില ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് OPDക്ക്. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. അതായത് നല്ല രീതിയിലുള്ള, നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതായത് ഒരു കെയർ പ്രൊവൈഡ് ചെയ്യുക. നല്ല രീതിയിലുള്ള ഒരു കെയറും കാര്യങ്ങളും രോഗിക്ക് കൊടുക്കുക എന്നുള്ളത് OPDയുടെ ഒബ്ജക്റ്റിൽ വരുന്ന ആദ്യത്തെ ഫാക്ടർ ആണ് കേട്ടോ. സെക്കൻഡ് വൺ, മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അതായത് ട്രീറ്റ്മെന്റിനും ഇൻവെസ്റ്റിഗേഷനുമായിട്ട് നമ്മൾ പുതിയ പുതിയ ടെക്നിക്സുകൾ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് പഴയ കാലത്തെ ചികിത്സാ രീതികളൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ടെക്നിക്സുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, തേർഡ് വൺ, ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ സംതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ് അത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നാലാമത്തത് ഗുഡ് പബ്ലിക് റിലേഷൻ. അതായത് അവിടെ വരുന്ന വിസിറ്റേഴ്സ് ആയാലും അവിടെ വരുന്ന പേഷ്യൻസ് ആയാലും അവരോട് എന്ത് ചെയ്യുക, നമ്മള് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ബിഹേവ് ചെയ്യുക. അവരുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഇതാണ് OPDയുടെ ലക്ഷ്യങ്ങൾ കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, സെക്കൻഡ് വൺ ഈസ് മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, ആൻഡ് തേർഡ് വൺ ഈസ് facilities for total patient satisfaction, and last one is good public relation. Okay, next, this scope of OPD includes following. അതായത് OPDയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. OPDയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ഈസ് കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസസ്. ആദ്യം വരുന്നത് എന്താ, കൺസൾട്ടേഷൻ വരുന്നുണ്ട് അല്ലെ, അതായത് ഡോക്ടർമാര് കൺസൾട്ട് ചെയ്യുന്നത് വരുന്നുണ്ട്. രണ്ടാമത്തത് ഇൻവെസ്റ്റിഗേഷൻ വരുന്നുണ്ട്. മൂന്നാമത്തത് പ്രൊസീജിയേഴ്സ്.
നാലാമത്തേത് സ്പെഷ്യാലിറ്റി സർവീസ്. ഇത്രയും കാര്യങ്ങള് OPDയുടെ സ്കോപ്പിൽ വരുന്നതാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തേത് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ ക്ലിനിക് വിച്ച് ഇൻക്ലൂഡ് ഡയബറ്റിക് ആന്റിനേറ്റൽ. അതായത് പ്രിവെന്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എന്താണ് ഹെൽത്തിന് നല്ല രീതിയിലുള്ള ഇപ്പൊ രോഗങ്ങളൊക്കെ അധികം പിടിപെടാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളും പറ്റി എന്ത് ചെയ്യണം നമ്മൾ ചെയ്യണം. അതിനകത്ത് വരുന്നത് എന്താണ് ക്ലിനിക്കൽ സർവീസ് വരുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർമാരുടെ സേവനം അതിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് ഇപ്പൊ പ്രമേഹം ബാധിച്ച രോഗികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്താണ് സ്പെഷ്യാലിറ്റി സർവീസുകൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ആന്റിനേറ്റൽ ഇപ്പൊ പ്രസവാനന്തപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് OPDയുടെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഈ തേർഡ് വൺ റിഹാബിലിറ്റേഷൻ സർവീസസ്, അതായത് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രോഗി എന്തെങ്കിലും ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാല് ആ രോഗിയെ അയാളുടെ പഴയ ഹെൽത്ത് കണ്ടീഷനിലേക്ക് നമ്മൾ ആക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് അയാൾക്ക് ചിലപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന്റെ ആവശ്യം വന്നേക്കാം. അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് ഒരു രോഗിയെ പഴയ അവസ്ഥയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് റിഹാബിലിറ്റേഷൻ സർവീസിൽ പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് OPDയുടെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക. അപ്പൊ അവിടെ വരുന്ന രോഗികൾക്കാണെങ്കിലും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനാണെങ്കിലും അവരുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ അവയർനെസ് എന്ത് ചെയ്യുക അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. ഇതൊക്കെ എന്താണ് OPDയുടെ സ്കോപ്പിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, procedures, specialty services. Second one, preventive and promotive health care clinic which include diabetic antenatal. Third one is rehabilitation services, physiotherapy, occupational therapy, etc. Fourth one is health education. And next one, location of OPD ആണ് കേട്ടോ. എവിടെയാണ് OPDയുടെ പ്ലേസ്, എവിടെയാണ് ഹോസ്പിറ്റൽ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഇവിടെ നമുക്കറിയാം ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും എന്ത് ഉണ്ടാവുക OPD ഉണ്ടാവുക കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് OPD എപ്പോഴും ഉണ്ടാവുക. സെക്കൻഡ് വൺ ഷുഡ് ഷെയർ വിത്ത് IPD ഡയഗ്നോസിസ് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അഥവാ IPDയുമായിട്ട് ക്ലോസ് ആയിട്ട് ഷെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും OPDയുടെ പ്ലേസ് കേട്ടോ. അതായത് IPD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, അതായത് കിടത്തി ചികിത്സയിലുള്ള രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ IPD എന്ന് പറയുന്നത്. അതായത് അവിടെ കിടന്നുള്ള ചികിത്സയിലുള്ള ആളുകളാണ് IPDയിലുള്ളത്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റും ഈ ഒരു OPDയും തമ്മിൽ എന്താണ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഷെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും എന്റെ ഒരു ലൊക്കേഷൻ ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ ഈ OPDയിൽ നമുക്ക് ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് ലാബ് ഉണ്ടാവും, എക്സ്റേ സൗകര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും ഈ ഒരു OPDയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവുക ഈ ഒരു തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്. ഇപ്പൊ രോഗിക്ക് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കേണ്ടി വന്നാലൊക്കെ എന്താണ് ആ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു OPDയുടെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. ഇനി യൂണി ഡയറക്ഷണൽ ഫ്ലോ. യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാല് OPDക്ക് ഒരു ക്രമമുണ്ട്. ആദ്യം തന്നെ ഫസ്റ്റ് നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, ഫസ്റ്റ് തന്നെ നമ്മൾ എങ്ങോട്ടാ പോവാ റിസപ്ഷൻ. റിസപ്ഷൻ ഏരിയയിലേക്കല്ലേ നമ്മൾ പോവാ. ആ റിസപ്ഷൻ ഏരിയയിൽ ചെന്നിട്ട് നമ്മള് ഡോക്ടറെ കാണുന്നു അല്ലെ. അവിടെ ചെന്ന് നമ്മള് ഫയൽ എടുക്കുന്നു, അതിനുശേഷം വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതാണെന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല അല്ലെ. അതായത് നമ്മളിപ്പോ ആദ്യം ചെന്നിട്ട് ഡോക്ടറെ കണ്ടിട്ടാണ് ഫയൽ എടുക്കുന്നതെന്ന് വിചാരിക്കുക, അതൊരിക്കലും അവിടെ സാധ്യമല്ല. ദാറ്റ് ഈസ് ഇംപോസിബിൾ. അപ്പോ ഒരു ഫ്ലോ ഉണ്ട്, നമ്മ ഒരു ക്രമത്തിന് OPDക്ക് ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് കേട്ടോ. അതിനെയാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. അതായത് എന്താ പറയുന്നേ, അതായത് ഒരു വിസ്തൃതി ഉണ്ട്, അതായത് ധാരാളം സ്ഥലം ഉണ്ട് എവിടെ OPDക്ക് എന്ന് പറഞ്ഞാല് ധാരാളം സ്ഥലമുള്ള ഒരു ഏരിയയാണ്. അപ്പോ നമുക്ക് പല ഫെസിലിറ്റീസും കാര്യങ്ങളും എന്താണ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ്
ലൊക്കേഷൻ ഓഫ് OPD എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ഷെയർ വിത്ത് IPD, diagnostic and therapeutic facilities, unidirectional flow, scope of expansion. Okay. Next is area of OPD. എന്തൊക്കെ ഏരിയ, അതായത് OPD-യുടെ ഏരിയയിൽ വരുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. OPD പല ഏരിയകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യം വരുന്നത് പേഷ്യന്റ് ഏരിയ, രണ്ടാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, മൂന്നാമത്തേത് ക്ലിനിക്കൽ ഏരിയ. OPD-യെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ പേഷ്യന്റ് ഏരിയയിൽ ഫസ്റ്റ് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് നോക്കാം കേട്ടോ. പേഷ്യന്റ് ഏരിയയിൽ ആദ്യം വരുന്നത് എൻട്രൻസ് ആണ്. നമുക്കറിയാം ഹോസ്പിറ്റൽ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് എൻട്രൻസ് ആണ്. അത് പേഷ്യന്റ് ഏരിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. രണ്ടാമത്തേത് റിസപ്ഷൻ ഏരിയ വർക്കിംഗ് ആയിരിക്കുന്നത് പേഷ്യന്റ് ഏരിയയിലാണ് കേട്ടോ. ഇനി രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ റെക്കോർഡ് റൂം, അതായത് മെഡിക്കൽ ഫയലുകളും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന റൂം, ഇതൊക്കെ എന്താണ് പേഷ്യന്റ് ഏരിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്ന റൂം, വെയിറ്റിംഗ് ഏരിയയും പേഷ്യന്റ് ഏരിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്നാക്ക് ബാർ കേട്ടോ, അതായത് നമ്മളിത് ചായയോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ഒക്കെ കുടിക്കാനായിട്ടാണ് പോകുന്നതെങ്കിൽ അത് വരുന്നത് എവിടെയാ? OPD-യില് പേഷ്യന്റ് ഏരിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ATM മെഷീൻസ്, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് ATM മെഷീൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതും പേഷ്യന്റ് ഏരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ പേഷ്യന്റ് ഏരിയയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് എൻട്രൻസ് ഉണ്ട്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മെഷീൻസ് എക്സെട്ര. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് കേട്ടോ, അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരു വിഭാഗങ്ങൾ പഠിച്ചതാണല്ലോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം ഓഫീസ് ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലെ ഭരണ വിഭാഗം പ്രവർത്തിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തത് പബ്ലിക് റിലേഷൻ ഓഫീസർ, അതായത് നമുക്കറിയാം പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു ചെയർ വരുന്നത് എവിടെയാ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ അക്കൗണ്ട്സ്, അതുപോലെ തന്നെ ബില്ലിങ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം, ഇത്രയും കാര്യങ്ങള് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസർ, അക്കൗണ്ട്സ്, ബില്ലിങ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയയുടെ ഭാഗമായിട്ട് വരുന്നത് കൺസൾട്ടേഷൻ കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് കൺസൾട്ടേഷൻ വരുന്നു. സെക്കൻഡ് വൺ ഈസ് എക്സാമിനേഷൻ റൂം, അല്ലെ, രോഗിയെ എക്സാമിൻ ചെയ്യാനുള്ള റൂം. പിന്നെ രോഗിയെ ഡ്രസ്സിംഗ് ചെയ്യാനുള്ള ഡ്രസ്സിംഗ് റൂം. ഫിസിയോതെറാപ്പി ചെയ്യാനാണെങ്കിൽ അതിന്റെ ഒരു ഏരിയ. ബ്ലഡ് ബാങ്ക്, റേഡിയോളജി, ഇത്രയും കാര്യങ്ങൾ വരുന്നത് ക്ലിനിക്കൽ ഏരിയയിലാണ് കേട്ടോ. അപ്പൊ കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി, ഇത്രയും വരുന്നത് എവിടെയാ? ക്ലിനിക്കൽ ഏരിയയുടെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അല്ലേ? നിമിഷ ഒന്ന് പറയാമോ ഏതൊക്കെയാ ഭാഗം വരുന്നേ? പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. അതൊന്ന് പറഞ്ഞേ. പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് റൂം, സ്നാക്ക് ബാർ, ATM മെഷീൻ എക്സെട്ര. ഓക്കെ. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലാണെങ്കിലോ? അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ക്ലിനിക്കൽ ഏരിയയിൽ കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയൻസ് ഇൻ OPD. ഞാൻ നേരത്തെ പറഞ്ഞൊരു യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ് ഇതിനുള്ളത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് OPD-യിൽ ഒരു ഫ്ലോ പാറ്റേൺ നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നേ? എൻക്വയറി അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എൻക്വയറി ചെയ്യും അല്ലെ, അന്വേഷിക്കും അല്ലെ. ആ ഒരു എൻക്വയറി ഇതിലേക്കാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നീടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അല്ലെ.
നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ട് അത് അന്വേഷിച്ച് അറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യുന്നേ? എന്തിനു വേണ്ടിയിട്ടാ? കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസൾട്ടേഷൻ റൂമിൽ വെയിറ്റ് ചെയ്യുന്നു. പിന്നീട് എന്താണ്, നമ്മൾ ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയാം, അതായത് നമ്മുടെ ബ്ലഡ്, യൂറിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് MRI ആവശ്യമാണെങ്കിൽ അത് എടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസിൽ വരുന്നത് കേട്ടോ. അതായത് ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഡോക്ടർക്ക് എന്താണ് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. കാരണം ഇന്ന രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്യണം. അപ്പൊ ഒരു ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റിന്റെ ആവശ്യം ഉണ്ടാകും. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ്, അത് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നു. പിന്നെ എന്താണ്, വീണ്ടും നമ്മൾ ഡോക്ടറെ കാണുന്നു. പിന്നീടാണ് ഡോക്ടർ നമുക്ക് മരുന്ന് തരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫാർമസിയിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ പുറത്തേക്ക് പോകും. ഈ ഒരു ഫ്ലോ ആണ് എന്തിനുള്ളത്, ഈ ഒരു OPDയുടെ ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, എക്യുപ്മെന്റ് കേട്ടോ. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, OPDയിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. എന്നിട്ട് ഫസ്റ്റ് വൺ വരുന്നത് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ് ആണ്. സെക്കൻഡ് വൺ തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്. തേർഡ് വൺ മോണിറ്ററിംഗ് എക്യുപ്മെന്റ്. ആൻഡ് ഫോർത്ത് വൺ ഇൻസ്ട്രുമെന്റ്സ് കേട്ടോ. അപ്പൊ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് BP അപ്പാരറ്റസ് ആണ് കേട്ടോ. BP അപ്പാരറ്റസ് നമ്മൾ BP നോക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി എൻഡോസ്കോപ്പ്. ഓക്കെ, എൻഡോസ്കോപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പോർട്ടബിൾ എക്സ്റേ. പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താ, മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ. അതായത് നമ്മുടെ ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം എന്താ, നമ്മള് നമ്മുടെ അടുത്ത് വന്ന് എന്താണ്, അവര് വന്ന് എക്സ്റേ എടുത്തിട്ടാണ് പോകുന്നത് അല്ലെ. അതുപോലെ തന്നെ പോർട്ടബിൾ USG. ഇങ്ങനെ എന്താണ്, USG അൾട്രാസോണോഗ്രാഫി ചെയ്യാനുള്ള സംവിധാനം ഇങ്ങനെയുണ്ട്. ഈ ഒരു ഇതിന് സാധിക്കും. അതുപോലെ തന്നെ എക്കോ. ഇതൊക്കെ എന്താണ്, ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിൽ വരുന്നതാണ് കേട്ടോ. സെക്കൻഡ് വൺ ഈസ് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്. തെറാപ്യൂട്ടിക് എക്യുപ്മെന്റിൽ വരുന്നത് നെബുലൈസർ വരും കേട്ടോ. ഓക്കെ, നമുക്ക് ചികിത്സാ സംബന്ധമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. ഇപ്പൊ നമുക്ക് ശ്വാസം മുട്ട് വരികയാണെങ്കിൽ നെബുലൈസർ ആണ് നമുക്ക് അപ്ലൈ ചെയ്യുക അല്ലെ. ഓക്കെ, നെബുലൈസർ. അതുപോലെ തന്നെ ലാറിംഗോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് എന്താ, ലാറിംഗോസ്കോപ്പ് മേഘ, ലാറിംഗോസ്കോപ്പ് എന്താ മോളെ? മിണ്ടുന്നില്ലല്ലോ, ആർക്കും അറിയില്ലേ? ENT യൂസ് ചെയ്യുന്ന എന്തോ ആണ്. ആ, വായിലൂടെ ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് ബാച്ചിന്? ഇല്ല, വായിലൂടെ കടത്തി വിടുന്നത് ഒരു കൊമ്പ് പോലത്തെ ENT ഒക്കെ യൂസ് ചെയ്യുന്നേ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? അതായത് നമ്മുടെ ഭാഗം നോക്കാനായിട്ട് അകത്തേക്ക് കടത്തി വിടുന്നത് നോക്കില്ലേ അവര്? എവിടെ ആരും മിണ്ടുന്നില്ലല്ലോ, ആരും കണ്ടിട്ടില്ല. പ്രിൻസി കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല അല്ലെ. ഓക്കെ, അപ്പൊ ലാറിംഗോസ്കോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തെറാപ്യൂട്ടിക് ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബ്രോങ്കോസ്കോപ്പ് കേട്ടോ. ബ്രോങ്കോസ്കോപ്പ് എന്താണ്, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ് ആണ്. ഇനി നെക്സ്റ്റ് വൺ മോണിറ്ററിംഗ് എക്യുപ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൾസ് ഓക്സിമീറ്റർ കേട്ടോ. ആദ്യത്തെ വരുന്നത് പൾസ് ഓക്സിമീറ്റർ ആണ്. നമ്മുടെ പൾസ് നോക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മുടെ ഫിംഗറിൽ എന്ത് ചെയ്യും, അത് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൾസ് നോക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ കാർഡിയാക് മോണിറ്റർ, ECG മെഷീൻ, ഇതൊക്കെ എന്താണ്, മോണിറ്ററിംഗ് എക്യുപ്മെന്റ് ആണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. 4 കോളമായിട്ട് തിരിച്ചിട്ടുള്ളില്ലേ ആ ടേബിളില്, ആ ഒരു കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാ, IV സെറ്റ് അല്ലെ. IV സെറ്റ് നമ്മൾ കാനുവല കുത്തുന്നത് അല്ലെ, IV സെറ്റ്. പിന്നെ ട്രക്കിയോസ്റ്റമി അല്ലെ, ട്രക്കിയോസ്റ്റമി. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ട്രോളി.
ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, എക്യുപ്മെന്റ്സിൽ വരുന്നത് കേട്ടോ. അതങ്ങനെ തന്നെ ഒന്നും വിടാതെ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കേണ്ട ആവശ്യകതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, ഫങ്ഷൻസ് ഓഫ് ഒ പി ഡി. എന്തൊക്കെയാണ് ഫങ്ഷൻസ് വരുന്നത് നോക്കാം നമുക്ക് കേട്ടോ. ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഒ പി ഡിയിലെ? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് early diagnosis, curative, preventive and rehabilitative care on ambulatory basis. അതായത് ആംബുലേറ്ററി ബേസിസിൽ, അതായത് പെട്ടെന്ന് തന്നെ എന്താണ്, വളരെ നേരത്തെ എന്ത് ചെയ്യണം, നമ്മള് ഡയഗ്നോസിസ് ചെയ്യണം അല്ലെ, ഏർലി ആയിട്ടുള്ള രോഗനിർണയം. അതുപോലെ തന്നെ എന്താണ്, പ്രതിരോധപരമായിട്ടുള്ള, അതായത് രോഗിക്ക് രോഗം വന്നാൽ എത്രയും പെട്ടെന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങള്, രോഗിയെ പഴയ അവസ്ഥയിൽ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒ പി ഡി ചെയ്യുന്ന ഫങ്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ രോഗനിർണയം അല്ലെ, ഡയഗ്നോസിസ് നടത്തുന്നു, അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു. പിന്നെ എന്താണ്, റിഹാബിലിറ്റേറ്റീവ് കാര്യങ്ങൾ അല്ലെ, റിഹാബിലിറ്റേറ്റീവ് സർവീസും കാര്യങ്ങളും നടത്തുന്നത് ഈ ഒരു ഒ പി ഡിയുടെ ഫങ്ഷനിൽ വരുന്നതാണ്. സെക്കൻഡ് വൺ, എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. അതായത് നല്ല രീതിയിലുള്ള ആംബുലേറ്ററി ബേസിസ് ആയിട്ടുള്ള എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എന്ത് ചെയ്യണം, ഒ പി ഡി പ്രൊവൈഡ് ചെയ്യണം. തേർഡ് പോയിന്റ്, സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിൽ വരുമ്പോ എന്താണ്, നമ്മള് അഡ്മിഷന് വേണ്ടിയിട്ട് സ്ക്രീനിങ്ങും കാര്യങ്ങളും ചെയ്യണം. നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയമാവണം അല്ലെ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒ പി ഡി ആണ്. ഫോർത്ത് പോയിന്റ്, ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. നമ്മള് ഒ പി ഡിയിൽ നമ്മൾ ചെല്ലുമ്പോൾ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യാണ്, ഡോക്ടർമാര് തുടങ്ങി നഴ്സുമാര് വരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെങ്ങാനും അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് അഡ്മിറ്റിന് ശേഷം, അതായത് ഡിസ്ചാർജിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും അവര് തരുന്നുണ്ട് കേട്ടോ. അടുത്ത പോയിന്റ്, പ്രമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് ആരോഗ്യ വിദ്യാഭ്യാസത്തെ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. എല്ലാ കാര്യങ്ങളും, അതായത് ആളുകൾക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, രോഗിക്കാണെങ്കിലും വിസിറ്റേഴ്സിനാണെങ്കിലും ഒക്കെ എന്താണ്, രോഗത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചോ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. അതായത് നമ്മുടെ ഹെൽത്ത് കെയറിന് ഇതായിട്ടുള്ള, അതായത് രോഗങ്ങള് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ലാസ്റ്റ് വൺ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് ഹെൽത്ത് എഡ്യൂക്കേഷനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ബ്രോഷറുകളും മറ്റും ഇപ്പോ ഹോസ്പിറ്റൽസിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലിയ വലിയ ഫ്ലെക്സ്, അതുപോലെ തന്നെ വാൾസിലൊക്കെ എന്താണ്, പരസ്യങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ എന്താണ്, ഓരോ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നമുക്ക്, അതായത് നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, മാസ്ക് ധരിക്കുക, പിന്നെ എന്താണ്, നമ്മുടെ ഭക്ഷണക്രമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ എന്തിന്റെ ഭാഗമാണ്, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് കേട്ടോ. എന്തൊക്കെയാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നത് നോക്കാം. വെൽ ബേബി ക്ലിനിക്സ് കേട്ടോ, അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്സുകളൊക്കെ എന്താണ്, പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സേവനങ്ങളാണ് കേട്ടോ. രണ്ടാമത്തത് ANC, മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര. അതായത് നമ്മുടെ ഇപ്പൊ എന്താ പറയാ, മാരേജ് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ അച്ഛൻ അമ്മമാരെ, അതായത് പാരന്റ്ഹുഡിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് ഒ പി ഡിയുടെ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക്, അതായത് സ്കൂളുകളില് കുട്ടികളുടെ കാഴ്ചശക്തി അല്ലെങ്കിൽ എന്താണ്, കേൾവി ശക്തി, അതൊക്കെ പരിശോധിക്കുന്നതിന് പ്രത്യേകം ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് വന്ന് നമ്മളോട് പറയും, അമ്മ ഇന്ന് കണ്ണ് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് എന്താണ്, ചെവിയുടെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു, പരിശോധിച്ചു, കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ എന്താണ്, നമ്മളെ ടീച്ചർ ഇൻഫോം ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് ആയിട്ട് നടത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് സാംക്രമികമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ എന്താണ്, നിയന്ത്രണം കൊടുക്കുന്നു.
അതായത് എന്തെങ്കിലും രോഗങ്ങളൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ ഒ പി ഡിയുടെ നേതൃത്വത്തിലാണ് അതിനുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓരോ താലൂക്ക് വൈസ് ആയിട്ടൊക്കെ എന്താണ്, ഒരു താലൂക്കിൽ ഇപ്പൊ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ താലൂക്ക് വൈസ് ഹോസ്പിറ്റൽ ഉണ്ടാവും. അവിടെയുള്ള ഒ പി ഡി ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് പിടിപെട്ട് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. Early diagnosis and detection of chronic disease like cancer, TB, etc. ഇപ്പൊ ക്യാൻസർ പോലുള്ള ജീവിതശൈലി രോഗങ്ങള് അല്ലെങ്കിൽ ടി ബി പോലുള്ള ട്യൂബർകുലോസ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഏർലി ഡയഗ്നോസിസിലൂടെ കണ്ടെത്തുവാനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമുക്ക് കൊടുക്കുവാനും എന്തിൽ വരുന്നതാണ്, അതും ഒ പി ഡിയുടെ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് കേട്ടോ. Okay, the last one, health education and nutritional advice, rehabilitation and prevention of disabilities and handicap. അതുപോലെ തന്നെ എന്താ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എല്ലാവർക്കുമായിട്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താണ് നമ്മൾ ന്യൂട്രീഷണൽ അഡ്വൈസ് കൊടുക്കുക അല്ലെ. കുഞ്ഞുങ്ങൾക്ക് ഇത്ര പ്രായത്തില് ഇന്ന ഒരു അതായത് കുഞ്ഞുങ്ങളുടെ എന്താ പറയുമ്പോ നമ്മൾ കണ്ടുവരുന്ന കൂടുതലായിട്ടുള്ള പ്രശ്നമാണ് ഒബീസിറ്റി എന്ന് പറയുന്നത് അല്ലെ, അമിതമായിട്ടുള്ള പൊണ്ണത്തടി. ഈ ഒരു പ്രശ്നം അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു സാധാ ഒരു നോർമൽ കേസുമായിട്ട് ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുവാണെങ്കിൽ എന്താ ഒരു പനിയായിട്ടാണ് നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഡോക്ടർ കൂടുതലായിട്ട് നമ്മളോട് പറയുന്നത് കുഞ്ഞ് ഇത്തിരി എന്താ പറയാ അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റ് അല്ല അങ്ങനെ ഉള്ളതെങ്കിൽ ഡോക്ടർമാര് പറയാ ഇത്ര പെട്ടെന്ന് വെയിറ്റ് നോക്കാനായിട്ട് പറയും. അതുകൂടാതെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണക്രമം കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ നമ്മളോട് പ്ലാൻ ചെയ്യാനായിട്ട് പറയും. ഓക്കെ. അപ്പോ ന്യൂട്രീഷണൽ അഡ്വൈസ് ഇപ്പോ വെയിറ്റ് ഒക്കെ കൂടിയ കുട്ടികളാണെങ്കിൽ കൂടുതലും എന്താണ് അതായത് പച്ചക്കറി അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കും ഡോക്ടർ നിർദ്ദേശിക്കുക. പിന്നെ ന്യൂട്രീഷൻ കണ്ടന്റ് ഏറ്റവും കൂടുതൽ വേണ്ട പ്രായം എന്ന് പറയുന്നത് ഈ കുഞ്ഞു പ്രായത്തിലാണ് അല്ലെ, കുഞ്ഞുങ്ങളുടെ ഒരു പ്രായത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസം കൂടുതലായിട്ട് എന്താണ് നമ്മൾക്ക് ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് തരും. അതുപോലെ തന്നെ റിഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ്, അതായത് വൈകല്യങ്ങളുള്ള അല്ലെങ്കിൽ എന്താണ് കുറച്ചും കൂടി എന്താണ് അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള റിഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ഒക്കെ എന്താണ് ഒ പി ഡിയുടെ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആയോ? H2 ആയിരിക്കും ഉള്ളത് ഇവിടെ? നിമിഷ H2 ആണോ? റിൻസി അല്ല, റിൻസി മാത്രമേ ഉള്ളൂ. റിൻസി ക്ലിയർ ആയോ? ക്ലിയർ ആയി. ക്ലിയർ ആയല്ലേ? ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിക്കാട്ടോ ഇത്. ഇപ്പൊ ഞാൻ ഇവിടെ വരെ എടുത്തത് ജസ്റ്റ് ഒന്ന് വായിക്കാം. സ്ലൈഡ് നീക്കി തരാം.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിയുമ്പോ ഒന്ന് പറയാം കേട്ടോ. കഴിഞ്ഞു മിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഉള്ളത് ടൈപ്സ് ഓഫ് ഒ പി ഡി ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഒ പി ഡി ആണ്. 2 types of OPD സർവീസസ്, അതായത് 2 തരത്തിലുള്ള ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സർവീസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം എന്താണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് കേട്ടോ. All services are provided in a concise area which includes all diagnostic and therapeutic facilities are being provided in same place. അതായത് നമുക്കിപ്പോ വലിയ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒ പി ഡി ഉണ്ടാവും, ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് ഉണ്ടാവും. അതായത് എല്ലാ തരം കാര്യങ്ങൾക്കും എന്ത് ചെയ്യാം, നമുക്ക് എന്ത് സർവീസ് ആയിക്കോട്ടെ നമുക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം. അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ അവര് അവൈലബിൾ ആക്കി തരും. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലിന് പൊതുവായിട്ട് എന്തുണ്ട്, ഒരു പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ്. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ ചെല്ലുന്നത് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസിലേക്കാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ഇന്ന ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യും, അവര് ഗൈനക്കോപ്പിയിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ പോകാനായിട്ട് പറയുമോ അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റിന് എന്തുണ്ട്, ഓരോരോ ഒ പി ഡികൾ ഉണ്ട്, സബായിട്ട് എന്തുണ്ട്, ഓരോരോ ഒ പി ഡികൾ ഉണ്ട്. ഇപ്പോ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ ഗൈനക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഒ പി ഉണ്ടാവും, പൾമോന്റെ ഒ പി ഉണ്ടാവും, അതുപോലെ തന്നെ ഓർത്തോന്റെ ഒ പി ഉണ്ടാവും. അപ്പോ ആ ഡോക്ടർ ഇരിക്കുന്ന ആ ഒരു ഏരിയയിലാണ് എന്ത് ഉണ്ടാവുക, ആ ഒരു ഒ പി ഉണ്ടാവുക, ആ ഡോക്ടേഴ്സ് ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, 2 തരത്തില് ഒ പി ഡിയെ തിരിച്ചിരിക്കുന്നത്, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാല് എല്ലാ സർവീസും നമുക്ക് ഒരൊറ്റ ഇതായിട്ട് എന്ത് കിട്ടും, കിട്ടും. ഇനി ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം, അതായത് പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സർവീസ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്. ഇപ്പൊ നമ്മൾ ഒ പി ഡിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് പേഷ്യന്റിനെ എന്ത് ചെയ്യാം, പലതരത്തില് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോ പേഷ്യന്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ ഔട്ട് പേഷ്യന്റ് ആണ് കേട്ടോ. ജനറൽ ഔട്ട് പേഷ്യന്റ്, സെക്കൻഡ് വൺ എമർജൻസി ഔട്ട് പേഷ്യന്റ് ആൻഡ് തേർഡ് വൺ റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. അങ്ങനെയാണ് നമ്മൾ പേഷ്യന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് all patients other than emergencies who report directly to OPD. അതായത് ഇവിടെ പേഷ്യന്റ് വരുന്നത്, ഇവിടെയുള്ള പേഷ്യന്റ് എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ് അല്ല. ഓക്കെ, അതായത് ഈ പേഷ്യൻസ് നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്.
ഫോർ എക്സാമ്പിൾ ആയിട്ട് വിചാരിക്കും എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ ചുമയോ അങ്ങനെ എന്താണ് നോർമൽ ആയിട്ട് നമുക്ക് വരുന്ന അസുഖങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു പേഷ്യന്റ് OPD-യെ സമീപിക്കുകയാണെങ്കിൽ ആ പേഷ്യന്റിനെയാണ് എന്ത് പറയുന്നത്? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളൊക്കെ എന്താണ് സാധാരണ എന്താണ് എന്തെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മളെ വിളിക്കുന്നതും ജനറൽ ഔട്ട് പേഷ്യന്റ് തന്നെയാണ്. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞാല് എമർജൻസി ഔട്ട് പേഷ്യന്റ് ആണ്. എ പേഴ്സൺ ഗിവൺ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. അതായത് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമുള്ള ഒരു പേഷ്യന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ OPD-യിൽ കൊണ്ടുവന്നെന്ന് വിചാരിക്കാം. അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് അത് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി തേർഡ് വൺ ഈസ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. എ പേഷ്യന്റ് റെഫേർഡ് ടു OPD ബൈ ഹിസ് പ്രാക്ടീഷണർ ഫോർ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. അതായത് ഒരു പേഷ്യന്റിനെ ഡോക്ടർ റെഫർ ചെയ്യാണ്. ഓക്കെ, അതായത് OPD-യിൽ വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിനെ ഡോക്ടർ കാണുന്നു. ഡോക്ടർ എന്ത് ചെയ്യാണ്? വേറൊരു ഡോക്ടർക്ക് എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന് മറ്റൊരു ഡോക്ടറുടെ അടുത്ത് എന്ത് ചെയ്യാണ്? റെഫർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെയാണ് എന്ത് വിളിക്കുന്നത്? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ശ്വാസം മുട്ടലായിട്ട് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ട് ഒരു പേഷ്യന്റ് വരികയാണ്. ആദ്യം അദ്ദേഹം കാണുക OPD-യിലെ ആരെയായിരിക്കും? ഫിസിഷ്യനെ ആയിരിക്കും കാണുക. ഓക്കെ, ഫിസിഷ്യനെ കാണുമ്പോൾ ഫിസിഷ്യൻ പറയാണ് എന്റെ ട്രീറ്റ്മെന്റ് അല്ല താങ്കൾക്ക് ആവശ്യമായിട്ടുള്ളത്, പൾമണോളജി ഡിപ്പാർട്ട്മെന്റിലാണ് താങ്കൾ കാണിക്കേണ്ടത്, പൾമണോളജിസ്റ്റിന്റെ സേവനമാണ് താങ്കൾക്ക് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫിസിഷ്യൻ എന്ത് ചെയ്യും? പൾമണോളജിസ്റ്റിന് റെഫർ ചെയ്യും. ആരെ? ഈ പേഷ്യന്റിനെ. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലാണ് കേട്ടോ. അപ്പൊ 3 തരത്തിലുള്ളത് ഞാൻ പറഞ്ഞു. ജനറൽ ഔട്ട് പേഷ്യന്റ്, അതായത് സാധാരണ എന്തെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖമായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മളെ വിളിക്കുന്ന പേരാണ് ജനറൽ ഔട്ട് പേഷ്യന്റ്. രണ്ടാമത് എമർജൻസി ഔട്ട് പേഷ്യന്റ്. ആക്സിഡന്റുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ആക്സിഡന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ള എമർജൻസി ഘട്ടങ്ങൾ ഏതും ആയിക്കോട്ടെ അങ്ങനെയുള്ള പേഷ്യന്റ് ആണ് നമ്മളെ വിളിക്കും എമർജൻസി ഔട്ട് പേഷ്യന്റ്. ഇനി മൂന്നാമത്തത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് ആണ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വേറൊരു ഡോക്ടർക്ക് നമ്മളെ റെഫർ ചെയ്യുന്നതാണ് അത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റിൻസി ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ബാക്കിയുള്ളവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് മാനേജീരിയൽ കൺസിഡറേഷൻ ആണ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മള് ഒരു എന്താ പറയാ OPD-ക്ക് വേണ്ടത്? ഓക്കെ, എന്തൊക്കെ പരിഗണന, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മള് OPD-യിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്, അതാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് റിലേഷൻ. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസ് നേരിട്ട് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അതായത് നമ്മുടെ പേഷ്യൻസുമായിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവിടെ വരുമ്പോൾ നമ്മള് വിസിറ്റേഴ്സ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും എന്താണ് നമ്മള് വളരെയധികം എന്തായിരിക്കണം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നമ്മള് കാത്ത് സൂക്ഷിക്കേണ്ടത് കേട്ടോ. ഇനി സെക്കൻഡ് വൺ വാംത്ത് കേട്ടോ. വാംത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഷ്മളത. അതായത് നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യണം OPD-യിൽ ഉണ്ടായിരിക്കണം എപ്പോഴും. അതായത് അധികം ശബ്ദങ്ങളൊന്നും പാടില്ല. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ് അല്ലെ, നമ്മൾക്കറിയാം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എങ്ങനെയാ അധികം ശബ്ദങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? മൈന്യൂട്ട് ആയിട്ടുള്ള ശബ്ദങ്ങളും കാര്യങ്ങളല്ലേ, ചിലപ്പോൾ സൈലൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു അന്തരീക്ഷം നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും കീപ്പ് ചെയ്യണം. അതുകൂടാതെ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനം വേണം അല്ലെ. ഇപ്പോ വരുന്ന പേഷ്യൻസിനോടായാലും വരുന്ന വിസിറ്റേഴ്സിനോടായാലും എന്താണ് നമ്മള് റെസ്പെക്ട്ഫുൾ ആയിട്ടായിരിക്കണം നമ്മള് ബിഹേവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് മിനിമം വെയിറ്റിംഗ്. ഇപ്പൊ രോഗികൾ വരികയാണെങ്കിൽ അവരെ മിനിമം വെയിറ്റിംഗ് ചെയ്യിപ്പിക്കാനായിട്ട് പാടുള്ളൂ. അധികം നേരം ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി ക്ലീൻലിനെസ് കേട്ടോ. അതായത് നല്ല വൃത്തി ഉണ്ടായിരിക്കണം. OPD എന്ന് പറയുന്ന ആ ഒരു ഏരിയ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഗുഡ് ആംബിയൻസ്. നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു
എൻവയൺമെന്റ് ആയിരിക്കണം OPDക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ക്യാൻറ്റീൻ സൗകര്യം ഉണ്ടായിരിക്കണം കേട്ടോ. ക്യാൻറ്റീൻ സൗകര്യം എന്തായാലും OPDയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പേഷ്യന്റ് ഹിയറിംഗ്, പേഷ്യന്റിനെ അതായത് കേൾക്കാനുള്ള, ഇപ്പൊ പേഷ്യന്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ അവരെന്തിനാണ് വന്നത് എന്ന് നമ്മൾ ചോദിച്ചിരിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് റെഡി ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇനി വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷനും കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം, OPDയില് ഉണ്ടായിരിക്കണം. വാട്ടർ സപ്ലൈ, അതായത് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. കാരണം ഏത് സമയം എന്താ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് എന്ത് OPD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും വാട്ടറിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവാനായിട്ട് പാടില്ല. വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ OPD ടൈംസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടായിരിക്കണം കേട്ടോ. അതായത് ഡോക്ടർമാര് വരുന്ന ആ ഒരു ടൈം, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ആ ഒരു ഡോക്ടേഴ്സിന്റെ കൺസൾട്ടിങ് ടൈം, ഇതൊക്കെ എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, മാനേജീരിയൽ കൺസിഡറേഷനിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ ആണ്, സെക്കൻഡ് വൺ വാർമത്ത്, തേർഡ് വൺ റെസ്പെക്ട്, ആൻഡ് ഫോർത്ത് വൺ മിനിമം വെയിറ്റിംഗ്, fifth one cleanliness, and sixth one good ambience, seventh one canteen, eighth one patient hearing, ninth one ventilation, and 10th one water supply, 11th one OPD times. Okay. നമുക്ക് നോക്കാം OPDയുടെ പ്രോസസ് എങ്ങനെയാണെന്ന്. നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ആദ്യം OPDയിൽ വന്നു കഴിഞ്ഞാല് ആദ്യം നമ്മൾ OPDയിൽ അറൈവ് ചെയ്യുന്നത് അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വരുന്നു. ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആദ്യം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന ചില പ്രോസസ് ആട്ടോ പറയുന്നത്, ആ ഒരു ഇതിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ OPDയിൽ ചെല്ലുന്നു, അതിനുശേഷം റിസപ്ഷൻ ഏരിയയിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് നമ്മുടെ നെയിം, അഡ്രസ്, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്നു. അതിനുശേഷം അവര് നമുക്ക് ടോക്കൺ നമ്പർ തരുമോ അല്ലെ. ഓക്കെ, ആ ടോക്കൺ നമ്പറുമായിട്ട് നമ്മൾ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു. ഇനി ടോക്കൺ നമ്പർ എന്താ പറയാ, ചിലപ്പോ ചില സ്ഥലത്ത് ടോക്കൺ ആയിരിക്കും ഉണ്ടായിരിക്കുക, ചില സ്ഥലത്ത് ടോക്കൺ ഡിസ്പ്ലേ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഏതൊരു ഇതാണോ നമ്മുടെ ടോക്കൺ എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള സമയത്തായിരിക്കും നമ്മള് ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നത്. അപ്പൊ ആ ഒരു സമയം ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താ, മറ്റുള്ള രോഗികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. പിന്നീട് നേരെ നമ്മൾ എന്താ ചെയ്യുന്നേ, ഡോക്ടറെ കാണാനായിട്ട് കയറുന്നു. കൺസൾട്ടേഷൻ റൂമിലോട്ട് നമ്മൾ കയറുന്നു. പിന്നെ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് മെഡ് ഷീറ്റ് കിട്ടും അല്ലെ. അതായത് ഡോക്ടർ എന്ത് ചെയ്യും, നമുക്ക് മെഡിക്കൽ ഷീറ്റ് നമുക്ക് തരും. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ അവിടെ നോക്കിയേ. ആദ്യം നമ്മള് കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ വരെ പറഞ്ഞു. നമ്മള് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ നമുക്ക് മരുന്നൊന്നും എഴുതുന്നില്ല. കാരണം എന്താ, നമ്മുടെ രോഗം ഡോക്ടർക്ക് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേഷന് നമ്മളെ വിടും. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റിനായിട്ടോ നമ്മളെ വിടും. നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകും. ഇനി ആ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വീണ്ടും ഡോക്ടറെ കാണുന്നത്. ഇങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് തരുന്നേ, മെഡ്ഷീറ്റ് തരുന്നത് കേട്ടോ. ഇനി ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ലാത്ത രോഗികളാണെങ്കിൽ എന്താ ചെയ്യുന്നേ, കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഡോക്ടർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തരും അല്ലെ. അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫാർമസിയിലേക്ക് പോകുന്നു. അപ്പൊ രണ്ട് തരത്തിലുള്ള രോഗികളുണ്ട് ഇവിടെ കേട്ടോ. ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള രോഗികള്, മറ്റൊന്ന് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ലാത്ത രോഗികൾ. ആവശ്യമായിട്ടുള്ള രോഗികളാണെങ്കിൽ എന്താണ്, അവര് നേരെ ടെസ്റ്റിന് കാര്യങ്ങൾക്ക് പോകുന്നു, റിസൾട്ടുമായിട്ട് വരുന്നു, ഡോക്ടറെ കാണിക്കുന്നു. റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഡോക്ടർ നമുക്ക് മരുന്ന് തരുന്നത്. ഇനി ആവശ്യമില്ലാത്ത രോഗികളാണെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മള് നമ്മുടെ രോഗവിവരം പറയുന്നു, അതിനനുസരിച്ച് മരുന്ന് തരും, പ്രിസ്ക്രിപ്ഷൻ തരുന്നു, നമ്മൾ അതുമായിട്ട് ഫാർമസിയിലേക്ക് ചെല്ലുന്നു. ഓക്കെ, ഇനി ആ ഫാർമസിയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും, ടോക്കൺ നമ്പർ കിട്ടും. അവിടെയും നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ അവര് വിളിക്കും. നമ്മള്
മെഡിസിൻസ് കളക്ട് ചെയ്യുന്നു, നമ്മള് തിരിച്ച് ഡിപ്പാർച്ചർ അല്ലെ വീട്ടിലേക്ക് നമ്മള് തിരിച്ചു പോകുന്നു, പുറത്തേക്ക് നമ്മള് പോകുന്നു. ഇതാണ് OPD-യിലെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, റിൻസി ക്ലിയർ ആണോ? റിൻസി പോയോ? ഇല്ല മിസ് ഇല്ല ഉണ്ടല്ലോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ ക്ലിയർ ആണ് അല്ലെ? ബാക്കിയുള്ളവർക്ക് ഞാൻ എടുത്ത് ചോദിക്കാത്തത്, നിങ്ങൾക്ക് ക്ലാസ്സിലുള്ള ഈ ക്ലാസ് കേട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ട്ടോ പേരെടുത്ത് ചോദിക്കാത്തെ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഞങ്ങള് ഫസ്റ്റ് ടൈം ആണ്. നിമിഷ എന്താ നിമിഷൊക്കെ ആദ്യമായിട്ടാണ് ക്ലാസ് കേൾക്കുന്നത്. ആദ്യമായിട്ടാണോ? ഓക്കെ ഓക്കെ. ഞങ്ങള് സെക്കൻഡ് ബാച്ച് ആണ് മിസ്സേ. എന്തോ? ഞാന് രഞ്ജിനി ഞങ്ങളൊക്കെ സെക്കൻഡ് ബാച്ച് ആണ്. ബാക്കി ആരെയും അറിയില്ല. ഞാനും രഞ്ജിനി സെക്കൻഡ് ബാച്ച് ആണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ക്രമം നിങ്ങൾക്ക് മനസ്സിലായോ? OPD പ്രോസസ്സ് മനസ്സിലായി. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഒന്ന് പറഞ്ഞേ, രജനി ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ ചെയ്യുന്നത് നമ്മള്? ഫസ്റ്റ് നമ്മള് OPD-യിൽ എത്തുന്നു, ആ. പിന്നെ റിസപ്ഷനിൽ പോകുന്നു, പിന്നെ റിസപ്ഷനിൽ പോയിട്ട് നമ്മള് നെയിമും നമ്മളിതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ വെയിറ്റിംഗ് റൂമിലേക്ക് പോകുന്നു, പിന്നെ കൺസൾട്ടേഷനിൽ പോകുന്നു. അവിടെ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നു, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ. അത് കിട്ടിയിട്ട് ഓക്കെ ആണെങ്കിൽ വീണ്ടും കൺസൾട്ടേഷൻ റൂമിൽ ഡോക്ടറെ കാണാൻ ചെല്ലുന്നു. പിന്നെ മെഡിക്കൽ ഷീറ്റ് കിട്ടുന്നു, പിന്നെ ഫാർമസിക്ക് പോകുന്നു. ഇനി ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വീണ്ടും റെഫറൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. അവിടുന്ന് നേരെ ഫാർമസിക്ക് പോകുന്നു. പിന്നെ ടോക്കൺ നമ്പർ കൊടുക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, കളക്ഷൻ ഓഫ് മെഡിക്കൽ ഷീറ്റ്, ഡിപ്പാർച്ചർ. നിമിഷ എന്ന് പറഞ്ഞു. നിമിഷ, ഫസ്റ്റ് നമ്മൾ OPD-യിൽ എത്തുന്നു, റിസപ്ഷനിൽ പോകുന്നു, രജിസ്ട്രേഷൻ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ ടോക്കൺ നമ്പർ തരുന്നു നമുക്ക്. അത് വെച്ച് നമ്മൾ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. പിന്നെ ചില രോഗികൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ട് വരും, അവര് ലാബോ റേഡിയോളജി എങ്ങോട്ടാന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്നു. പിന്നെ അതുമായിട്ട് റിസൾട്ടുമായിട്ട് പിന്നെ റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കാണിക്കുകയും പിന്നെ മരുന്ന് മേടിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇനി ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ലാത്തവരാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം ആ മെഡിക്കേഷൻ ചീട്ടുമായിട്ട് ഫാർമസിയിൽ വരുന്നു. പിന്നെ ടോക്കൺ നമ്പർ അത് എനിക്ക് മനസ്സിലായില്ല. ടോക്കൺ നമ്പർ വെയിറ്റിംഗ് ടോക്കൺ നമ്പർ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ കളക്ഷൻ ഓഫ് മെഡിസിൻ കളക്ട് ചെയ്യുന്നു, പിന്നെ പോകുന്നു. നെക്സ്റ്റ് മാനേജ്മെന്റ് സ്ട്രക്ചർ ആണ് ട്ടോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ, അതായത് പേഷ്യൻസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ടായിരിക്കണം. അവർക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ എന്ത് ചെയ്യണം, അവരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം. പിന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ അവർക്ക് ഡോക്ടറെ കാണാൻ കഴിയണം, പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്താൻ കഴിയണം, പെട്ടെന്ന് തന്നെ മരുന്ന് കളക്ട് ചെയ്യാൻ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ഇവിടെ നടത്തേണ്ടത്. നമ്മള് OPD-യുടെ സ്ട്രക്ചർ ആയിട്ട്, ഒരു മാനേജ്മെന്റ് സ്ട്രക്ചർ ആയിട്ട് വരുന്നത് കേട്ടോ. ഒന്നാമത് എന്താണ് പറയുന്നത്, പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കണം, ഡോക്ടറെ കാണാൻ സാധിക്കണം, അതുപോലെ തന്നെ മെഡിസിൻസ് കളക്ട് ചെയ്യാനും സാധിക്കണം. ഇത് സുഗമമായിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ടുള്ള രീതിയിൽ, വളരെ പെട്ടെന്ന് അവർക്ക് മടുപ്പ് തോന്നാത്ത രീതിയിൽ വേണം ചെയ്യാൻ ആ ഒരു സ്ട്രക്ചർ അവിടെ വരേണ്ടത് കേട്ടോ. സെക്കൻഡ് വൺ ഈസ് പ്രൊവിഷൻ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. അതായത് മതിയായിട്ടുള്ള സ്റ്റാഫുകൾ എവിടെ ഉണ്ടായിരിക്കണം, OPD-യുടെ ഏരിയയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. സ്റ്റാഫുകള് വർക്കിംഗ് ആയിരിക്കണം, ആവശ്യത്തിനുള്ള സ്റ്റാഫുകള് OPD-യിൽ വർക്കിംഗ് ആയിരിക്കണം. തേർഡ് വൺ, പാർക്കിംഗ് കേട്ടോ. പാർക്കിംഗ് എന്തായാലും എവിടെ ഉണ്ടായിരിക്കണം, OPD-യിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD. മെഡിക്കൽ സ്റ്റാഫ് കേട്ടോ. ആരൊക്കെയാണ്, അതായത് എങ്ങനെയൊക്കെയാണ് ആ ഒരു ഇത് വരുന്നത്, OPD-യിലെ ഓർഗനൈസേഷണൽ കമ്പോണൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് OPD-യിലെ സെൻട്രൽ ടു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അതായത് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്, ഒരു എന്താ പറയാ സെന്റർ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് മെഡിക്കൽ സ്റ്റാഫുകളാണ് OPD-യിലെ. നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് നഴ്സസും ഉണ്ട്, ANMS ഉണ്ട് കേട്ടോ. നഴ്സുമാരും വരും, അതുപോലെ തന്നെ
ANMs ഇതിൽ വരുന്നതാണ്, നഴ്സിംഗ് സ്റ്റാഫിൽ വരുന്നവരാണ്. തേർഡ് വൺ ഈസ് സബ് സർവിയന്റ് സ്റ്റാഫ്, റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകള്, അതുപോലെ തന്നെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവര്, ECGയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്താണ്, സബ് സർവിയന്റ് സ്റ്റാഫിൽ വരുന്ന ആളുകളാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ ആരാ? ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാല് ക്ലറിക്കൽ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സ്റ്റാഫുകളാണ് ഇവിടെ വർക്കിംഗ് ആയിട്ടുള്ളത്, OPDയിൽ വർക്കിംഗ് ആയിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ മെഡിക്കൽ സ്റ്റാഫ് ആണ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് സെൻട്രൽ ടു ഓർഗനൈസേഷൻ ആണ്. സെക്കൻഡ് വൺ ഈസ് നഴ്സിംഗ് സ്റ്റാഫ് ആണ്, നഴ്സസ് ആൻഡ് ANMs വരും. ആൻഡ് തേർഡ് വൺ ഈസ് സബ് സർവിയന്റ് സ്റ്റാഫ് ആണ്, റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG. ആൻഡ് ഫോർത്ത് വൺ ഈസ് ക്ലറിക്കൽ സ്റ്റാഫ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് പ്രോബ്ലംസ് അറ്റ് OPD. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ OPDയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. ഇനി എന്താണ് OPD നേരിടുന്ന അല്ലെങ്കിൽ OPDയിലുള്ള പ്രധാന പ്രശ്നം എന്താണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. OPDയിലുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ജനറൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ഓക്കെ, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, അതായത് ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഇല്ലാതെ വരിക, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവാണെന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് patient waiting in front of the doctor's room. This is mainly due to insufficient number of doctors to serve as compared to the number of patients who arrive in the clinic. Okay. അതായത് ഈ ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ് എന്താണ് OPDയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഈ ഡോക്ടേഴ്സിന്റെ റൂമിൽ എന്താണ് രോഗികൾ ധാരാളം വന്ന് എന്ത് ചെയ്യും, തിക്കി നിറഞ്ഞു നിൽക്കും അല്ലെ. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂ സൃഷ്ടിക്കും. ഡോക്ടർമാരുടെ എണ്ണത്തിലും കുറവ് വന്നാല് രോഗികളും, അതായത് ഡോക്ടർമാരുടെ എണ്ണം കുറവും രോഗികളുടെ എണ്ണം കൂടുതലും ആണെങ്കിൽ എന്താണ് ഇവിടെ മര്യാദയ്ക്ക് എന്ത് നടക്കില്ല, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും നടക്കില്ല. ഓക്കെ. അതായത് ആളുകള് പേഷ്യൻസ് വരുമ്പോൾ അവര് മടുത്തിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. ചില പേഷ്യൻസ് എന്താണ് ഡോക്ടർമാരെ കാണാനേ കൂട്ടാക്കില്ല അല്ലെ. ആ ഒരു OPDയിലെ തിരക്ക് കാണുമ്പോൾ തന്നെ എന്താണ്, അയ്യോ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഭയങ്കര തിരക്ക്, എപ്പൊ കാണാനാ ഡോക്ടറെ എന്നൊക്കെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഉണ്ടാവുക. അപ്പോ പേഷ്യൻസ് എന്ത് ചെയ്യുന്നു, ഡോക്ടർമാരുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നു. ഇതെന്ത് ചെയ്യും, ക്ലിനിക്കിൽ, അതായത് ക്ലിനിക്കിൽ എത്തുന്ന രോഗികളുമായിട്ട് ഡോക്ടർമാരുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. ചിലപ്പോ 100 പേഷ്യൻസിന് ഒരു ഡോക്ടർ ആയിരിക്കും നോക്കാനുണ്ടാവുക. അതൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് ഹോസ്പിറ്റൽസിൽ തിരക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഓക്കെ. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഓക്കെ. Appointment patient has no priority over non-appointment patient. This creates congestion in the clinic during the beginning of the day. Okay. അതായത് നമ്മളിപ്പോ അപ്പോയിന്റ്മെന്റ്, ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ്സ്, അതായത് നേരായ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മള് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നില്ല. ഈ ഒരു പ്രശ്നങ്ങള് ധാരാളം കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നമുക്ക് ഇല്ലെങ്കിൽ എന്താണ്, അത് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാക്കും. ഓക്കെ. അവിടെ പറയുന്നത് അപ്പോയിന്റ്മെന്റ് എടുത്ത ഒരു രോഗിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത ഒരു പേഷ്യന്റിനേക്കാൾ പ്രയോറിറ്റി ലഭിക്കുന്നില്ലെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അതായത് ഒരു കൂട്ടം ഇപ്പോ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ തലേ ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും, ഹോസ്പിറ്റലിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എത്രയും നേരത്താണ് ചെല്ലുന്നത് ആ നേരത്തിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഫയല് തരുന്നത് അവര്. നമ്മളിപ്പോ തലേ ദിവസം വിളിച്ചു പറഞ്ഞാലും എന്താണ്, നമ്മൾ ചെല്ലുന്ന ആ സമയത്തായിരിക്കും നമുക്ക് അവർ ഫയൽ എടുത്ത് തരുന്നത്, അല്ലെങ്കിൽ ആ ഫയല് ഡോക്ടേഴ്സിന്റെ റൂമിലോട്ട് പോകുന്നത്. അപ്പൊ എന്തായി, നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ, അതായത് ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നല്ല രീതിയിൽ നടക്കാത്തത് കൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോ അപ്പോയിന്റ്മെന്റ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം രാവിലെ തന്നെ വരികയും അദ്ദേഹം ഫയൽ എടുക്കുകയും വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഡോക്ടറെ കാണുകയും ചെയ്യും. എന്നാൽ അപ്പോയിന്റ്മെന്റ് എടുത്ത വ്യക്തി എന്താണ്, ഉച്ച കഴിഞ്ഞാൽ എന്ത് കാണാൻ സാധിക്കില്ല, ഡോക്ടറെ കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത ഒരു കൂട്ടം രോഗികളും അപ്പോയിന്റ്മെന്റ് എടുത്ത ഒരു കൂട്ടം രോഗികളും വന്നെന്താണ് ഇവിടെ ഒരു തിരക്ക് സൃഷ്ടിക്കും. അതും എന്താണ്,
ഹോസ്പിറ്റലില് വളരെ നേരത്തെ ഏർലി മോർണിംഗ് ഉള്ള ആ ഒരു തിരക്കിന് കാരണമാകാറുണ്ട് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് long waiting time at a medicine room. After patient receive the prescription from the clinic counter, patients are directed to medicine room to remit the fee and receive the medicine. ഇനി എന്താ ചെയ്യുന്നേ? നമ്മള് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മള് മെഡിസിൻസ് മേടിക്കാനായിട്ട് ഫാർമസിയിലേക്ക് പോകുന്നു അല്ലെ. ഫാർമസിയിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ നമ്മൾ എന്ത് ചെയ്യും? കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മെഡിസിൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾ ഫീസ് അടക്കുന്നു. ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മെഡിസിൻസ് മേടിക്കുന്നു. ഇതിനൊരു കാലതാമസം വരും. അതും നമ്മൾ എന്താണ് ജനറൽ ആയിട്ടൊരു പ്രോബ്ലം തന്നെയാണ് കേട്ടോ OPD-യില്. ഓക്കെ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് ആണ്. അതായത് സൗകര്യങ്ങൾക്കുള്ള കുറവ് കേട്ടോ. അതായത് ഷോർട്ടേജ് വരിക, എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ്, ഇപ്പോ ബാത്റൂം ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റ്സിന്റെ ഫെസിലിറ്റീസ് ഉണ്ടാവാതിരിക്കുക, സ്റ്റാഫുകളുടെ ഫെസിലിറ്റീസ് കുറവുണ്ടായിരിക്കാം. ഫാർമസിയിലൊക്കെ സ്റ്റാഫുകളൊക്കെ കുറവാണെങ്കിൽ എന്താണ് നമ്മൾ വളരെ നേരം ചെയ്യേണ്ടി വരും, അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറവുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ OPD-യില് ജോലി ചെയ്യുന്ന ആളുകൾക്ക് മതിയായ രീതിയിലുള്ള, അവിടെ ജോലി ചെയ്യുന്ന മെഡിക്കൽ പേഴ്സണൽസിന് മതിയായ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാത്തത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതും എന്താണ് OPD-യിലെ ഒരു ജനറൽ പ്രോബ്ലത്തില് വരുന്നതാണ്. ഓക്കെ, സിക്സ്ത് വൺ ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, പുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലില് രോഗികളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവര് പറയുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരിക, അവരുടെ ആവശ്യങ്ങൾ നമ്മള് കേൾക്കാതെ വരിക, ഓക്കെ, ശരിയായിട്ട് ലിസൺ ചെയ്യാതെ വരിക. അപ്പോ പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പരിചരണം നമുക്ക് കൊടുക്കാൻ സാധിക്കാതെ വരിക. ഇതൊക്കെ എന്താണ് OPD-യിലെ ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, പുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡ് ഓഫ് ദെയർ ഡിമാൻഡ്സ് ഒക്കെ എന്തിൽ വരുന്നതാണ്? ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി സെവൻത് വൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഗിയർഡ് ടു ട്രഡീഷണൽ പ്രിഫറൻസ് ആൻഡ് നീഡ്സ് ഓഫ് ദ പ്രൊവൈഡേഴ്സ്. അതായത് ചില ഹോസ്പിറ്റലുകളിൽ നമ്മൾ കാണാറുണ്ട് മുമ്പുണ്ടായിരുന്ന അതേ രീതി തന്നെ പിന്തുടരുന്ന ചില ആളുകളുണ്ട്. അതായത് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോഴും ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം പോലും ഇല്ലാത്ത ഹോസ്പിറ്റൽസ് നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ എന്താണ് പണ്ട് കാലത്തെ മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. OPD-യില് കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. പുതിയ പുതിയ ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഹോസ്പിറ്റലൊക്കെ ഇപ്പൊ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതി നമ്മൾ എന്ത് ചെയ്യണം? അനുകരിക്കാനായിട്ട് ശ്രമിക്കണം. പഴയ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റാനായിട്ടും ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ റെസിസ്റ്റൻസ് ഓഫ് ചേഞ്ച്. ഇനി എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്, OPD-യിൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കൂട്ടം ആളുകൾ അവിടെ ഫങ്ഷനിങ് ആണ് കേട്ടോ. അതായത് പണ്ടത്തെ ആൾക്കാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തുണ്ട്, പണ്ടത്തെ ഒരു ടൈപ്പ് ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള നീക്കങ്ങൾ ആര് നടത്തുന്നുണ്ട്? അവിടെയുള്ള ആളുകൾ, പേഴ്സണൽസ് നടത്തുന്നുണ്ട്. അപ്പൊ അതും എന്താണ് ഈ ഒരു OPD-യിലെ ജനറൽ പ്രോബ്ലംസിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞത് എന്താ? അത് ഞാൻ പറഞ്ഞു ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, അത് ഒരു ജനറൽ പ്രോബ്ലം ആണ്. അതായത് പ്രോപ്പർ ആയിട്ട് എന്തില്ല, അതായത് ഡോക്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് രോഗികളുടെ എണ്ണത്തെക്കാൾ വളരെ കുറവാണ്. ഇത് OPD-യില് ഒരു പ്രോബ്ലം സൃഷ്ടിക്കും. രണ്ടാമത് പറഞ്ഞത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്താണ് നല്ല രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് അതും എന്ത് തന്നെയാണ്, അതും മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റ് ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. അതായത് മെഡിസിൻ റൂമിൽ മുമ്പിൽ നമ്മൾ എന്താണ് കുറെ നേരം കാത്തു നിൽക്കുന്നത് എന്താണ്, അതും എന്ത് തന്നെയാണ് ഒരു പ്രോബ്ലം തന്നെയാണ്.
ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, അതായത് ഫെസിലിറ്റീസിനുള്ള ഷോർട്ടേജ് വരുന്നത് എന്ത് തന്നെയാണ്, ഈ ഒരു ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺസ്, അതായത് മെഡിക്കൽ പേഴ്സണൽസിന് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടാത്തത് മൂലമുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഇനി ഫ്രാഗ്മെന്റേഷൻ, അതായത് ഇങ്ങനെ ട്രെയിനിങ്ങുകളും മറ്റും കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് അവയർനെസ് ഉണ്ടാവില്ല. കാരണം പേഷ്യന്റ് വരുമ്പോൾ പേഷ്യന്റിനോട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. പേഷ്യന്റ് ചിലപ്പോൾ തന്നെ പല രീതിയിലുള്ള പേഷ്യൻസ് ആണല്ലോ വരുന്നത്. ചിലപ്പോ നല്ല രീതിയിൽ സംസാരിക്കുന്ന പേഷ്യൻസ് വരും, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിട്ടുള്ള പേഷ്യൻസ് വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, OPD-യിലെ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആളുകളോട് അല്ലെങ്കിൽ പേഷ്യൻസിനോട് നമുക്ക് ബിഹേവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, നെക്സ്റ്റ് അൺഓർഗനൈസേഷണൽ സെക്ടർ, അതായത് പണ്ടത്തെ രീതികൾ പിന്തുടരുന്ന ആളുകളുണ്ടോ? ഞാൻ പറഞ്ഞു ടോക്കൺ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ഇപ്പോഴും ഡിസ്പ്ലേ ടോക്കൺ ഡിസ്പ്ലേ ഇല്ലാത്ത ഹോസ്പിറ്റൽസ് ഉണ്ട്. അവരൊക്കെ പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ പണ്ടത്തെ ഓൾഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതും എന്ത് തന്നെയാണ്, ആളുകൾ വരാനായിട്ട് മടിക്കും അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലേക്ക്. ഇപ്പോഴും കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഗ്രോത്ത് ഡെവലപ്മെന്റ് ഒന്നും ആഗ്രഹിക്കാത്ത ഹോസ്പിറ്റൽസ് ആണ് അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ നമുക്ക് വിശ്വസിച്ച് പോകാനൊന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അല്ലെ. പുതിയ പുതിയ മെത്തേഡ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ അധികം ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ അതും എന്ത് തന്നെയാണ്, ഒരു അതായത് പഴയ രീതി പിന്തുടരുന്നതും ഒരു ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഓഫ് ചേഞ്ച്, എന്തെങ്കിലും മാറ്റങ്ങളോ മറ്റോ ഉണ്ടായാൽ തന്നെ അതിനെ ചെറുക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ തന്നെ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോടെ വർക്കിംഗ് ആണ്. അപ്പൊ അതും എന്താണ്, ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഒന്ന് വായിച്ച് ഇവിടെ തുടങ്ങി. മാനേജീരിയൽ കൺസിഡറേഷൻ തുടങ്ങി വായിക്കുക കേട്ടോ. മിസ് ഈ ANMS എന്ന് പറഞ്ഞ എന്താ? അസിസ്റ്റന്റ് നഴ്സിംഗ് മിഡ്വൈഫ്സ് കേട്ടോ. അസിസ്റ്റന്റ് നഴ്സ്, മിഡ്വൈഫ്സ്, സൂതകർമ്മിണികൾ എന്ന് പറയില്ലേ, അതായത് ഡെലിവറിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, ഡെലിവറി സമയത്തൊക്കെ നഴ്സുമാരുടെ ഡോക്ടർമാരുടെ കൂടെ അവരുണ്ടാവും കേട്ടോ. അവരെയാണ് പറയുന്നത് കേട്ടോ ANMS.
മിസ്സേ 6.1 ഒന്നും കൂടെ പറയുമോ? 6. Okay. Fragmentation of care, poor communication and inadequate understanding of their demands. അതായത് നമ്മളിപ്പോ പേഷ്യൻസ് വരുമ്പോൾ അവരോട് എന്ത് ചെയ്യണം, നമ്മള് നല്ല രീതിയിൽ പെരുമാറണം അല്ലെ. അപ്പൊ അവരോട് നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ്, അത് ഒപിഡിയുടെ ഒരു ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ്. ഓക്കെ, അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലേ. അപ്പൊ അങ്ങനെ കേൾക്കാതിരിക്കുക, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കാതിരിക്കുക, പിന്നെ എന്താണ് അവർക്ക് നല്ല രീതിയിലുള്ള പരിചരണം കെയർ കൊടുക്കാതിരിക്കുക, ഇതൊക്കെ എന്താണ് പ്രോബ്ലംസിൽ വരുന്നതാണ് കേട്ടോ, ജനറൽ പ്രോബ്ലംസിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പൊ മനസ്സിലായോ? ഓക്കെ മിസ്, മുമ്പേ ശ്രദ്ധിക്കാൻ പറ്റില്ല, കുഞ്ഞു വഴക്കായിരുന്നു. സാറില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഓക്കെ. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ മാനേജീരിയൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞേ റിപ്സി. മാനേജീരിയൽ കൺസിഡറേഷൻ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കണം, വാംത്ത്, റെസ്പെക്റ്റ്, പിന്നെ മിനിമം വെയിറ്റിംഗ്, നല്ല വൃത്തിയുള്ള അന്തരീക്ഷമായിരിക്കണം, പിന്നെ ഗുഡ് ആംബിയൻസ് ആയിരിക്കണം, ക്യാൻറ്റീൻ ഉണ്ടായിരിക്കണം, പിന്നെ പേഷ്യൻ്റ് ഹിയറിങ് നല്ല വെന്റിലേഷൻ ഒക്കെ ഉള്ളതായിരിക്കണം, നല്ല വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, പിന്നെ OPD ടൈംസ് പാലിക്കണം. മാനേജ്മെന്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞേ, ആരാ പറയാ? രഞ്ജിനി എന്ന് പറഞ്ഞേ മാനേജ്മെന്റ് സ്ട്രക്ചർ. ഫ്ലോ ഓഫ് പേഷ്യൻസ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. പേഷ്യൻസിന് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ കഴിയണം. അതായത് കൺസൾട്ടേഷനോ മെഡിസിൻ വാങ്ങുകയാണെങ്കിലൊക്കെ അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കഴിയണം. പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്, മതിയായ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. പിന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഇനി ഓർഗനൈസേഷണൽ കമ്പോണൻസ് കൂടെ ഒന്ന് പറഞ്ഞ മോളെ. ഓർഗനൈസേഷണൽ കമ്പോണൻസ്: മെഡിക്കൽ സ്റ്റാഫ് സെൻട്രൽ ടു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകള്. നഴ്സിംഗ് സ്റ്റാഫ് പറഞ്ഞാൽ നഴ്സസ്, ANMS. പിന്നെ സബ്സെർവിയന്റ് സ്റ്റാഫ് പറഞ്ഞ റേഡിയോളജി, ലബോറട്ടറി ECGയിലൊക്കെ ആൾക്കാര്. പിന്നെ ക്ലറിക്കൽ സ്റ്റാഫുകള്. ഓക്കെ, ഇനി പ്രോബ്ലം സെറ്റ് OPD കൂടെ ഒന്ന് പറഞ്ഞേ. എന്താന്ന് നമുക്ക് നോക്കാം, ഓരോ പോയിന്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. പ്രോബ്ലം സെറ്റ് OPD ഞാനാണോ? പറഞ്ഞു. ജനറൽ പ്രോബ്ലം, ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് ഇല്ലാതെ വരിക. അപ്പോൾ ധാരാളം പേഷ്യൻസിന്റെ തിരക്കും, പിന്നെ അതുപോലെ പേഷ്യൻസ് ഡോക്ടറെ കാണാതെ തിരിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. പിന്നെ അപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, നേരായ രീതിയിൽ അപ്പോയിന്റ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്തവർക്കും അപ്പോയിന്റ്മെന്റ് എടുക്കാത്തവരും കൂടി കലർന്ന് പ്രശ്നങ്ങൾ വരാൻ സാഹചര്യമുണ്ട്. പിന്നെ ലോങ് ടൈം മറ്റു മെഡിസിൻ വാങ്ങിക്കാനൊക്കെ ഒരുപാട് ടൈം അവിടെ പോകുന്നത്. പിന്നെ ഷോർട്ടേജ്, സൗകര്യങ്ങൾ കുറവ്, അതായത് ബാത്റൂം, ഫാർമസിയിലെ സ്റ്റാഫുകളൊക്കെ കുറയുകയാണെങ്കിൽ. പിന്നെ ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. OPD ജോലി ചെയ്യുന്ന മെഡിക്കൽ പേഴ്സൺസിന് മതിയായ ട്രെയിനിങ് നൽകാത്തത് കൊണ്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള പ്രശ്നം. പിന്നെ അതായത് ആ ഒരു പേഴ്സണൽസ്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ട് എന്താണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു OPD സർവീസ് മര്യാദയ്ക്ക് നടത്താനായിട്ട് സാധിക്കില്ല. അതാണ് കേട്ടോ അവിടെ പറയുന്നേ. എന്ത് ചെയ്യണം, നമുക്ക് എന്താണ് അവർ ട്രെയിനിങ് തരും അല്ലെ, ഒരു 3 മാസം നമുക്ക് ഒരു ട്രെയിനിങ് തരും. ആ ട്രെയിനിങ് പീരീഡിലാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ കൂടുതലും പഠിച്ചെടുക്കുന്നത്.
ഇനി ട്രെയിനിങ് തന്നില്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഇവിടെ? ആളുകൾ വരുമ്പോ നമ്മൾ പപ്പ പഠിക്കില്ലേ? ആ ആ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വായിച്ചു. 6th ഹോസ്പിറ്റൽ രോഗികളുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ വരിക, പിന്നെ നല്ല കെയർ കൊടുക്കാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള കണ്ടീഷന്. ഓക്കെ, പിന്നെ 7 ചില ഹോസ്പിറ്റലിൽ മുൻപുണ്ടായിരുന്ന അതേ രീതി തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അതായത് എക്സാമ്പിൾ ഡിസ്പ്ലേ ടോക്കൺ ഒന്നും ഇപ്പോഴും പുതിയതായി കൊണ്ടുവരാത്ത ഹോസ്പിറ്റൽസ് ഉള്ളത്. പിന്നെ 8 മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പണ്ടത്തെ ടൈപ്പ് ആളുകൾ അതിനെ പ്രതിരോധിക്കാൻ നീക്കങ്ങൾ നടത്തുന്നു. അത് വേണ്ടാന്നുള്ള മാതിരി. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് OPD ഒന്ന് പറഞ്ഞേ, പ്രിൻസി ഒന്ന് പറഞ്ഞേ, ടൈപ്സ് ഓഫ് OPD. മിസ്സേ പറയാവേ. ആ. ടൈപ്പ് ഓഫ് OPD 2 തരത്തിലുണ്ട്. ഒന്ന് സെൻട്രലൈസ്ഡ് പിന്നെ ഡിസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ, അതായത് പെട്ടെന്ന് എമർജൻസി അല്ലാത്ത സിറ്റുവേഷനിൽ ഉള്ള ജനറൽ ആയിട്ട് നമ്മൾ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ഒന്നായിട്ട് കേട്ടോ. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഔട്ട് പേഷ്യൻസ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം, വലിയ ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇതായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരോട് ആണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. നമ്മൾ പോകുന്ന ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ അവരാണ് നമുക്ക് പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഇനി ഡീസെൻട്രലൈസ്ഡ് ആണെങ്കിലോ? സാരില്ല, റിൻസി എന്നാ കുഴപ്പമില്ല, കുഴപ്പമില്ല, പറയണ്ട കേട്ടോ. ഇവിടെ ആരും ഇല്ലേ, കുഞ്ഞത് കാരണം രഞ്ജിനി ഒന്ന് പറഞ്ഞേ, രഞ്ജിനി. ഡീസെൻട്രലൈസ്ഡ് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ബേസ് ചെയ്തിട്ട് ഓരോ, ഇപ്പൊ ഓങ്കോളജി അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. ഇനി ടൈപ്സ് ഓഫ് പേഷ്യന്റിന് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3 ടൈപ്സ്. ഏതൊക്കെയാ? ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി വരുന്ന പേഷ്യന്റ് അല്ല, നേരിട്ട് OPD-യിൽ എത്തുന്ന പേഷ്യൻസ്. ഇനി എമർജൻസി ആണെങ്കിലോ? എമർജൻസി ഔട്ട് പേഷ്യന്റ് ആണെങ്കിലോ? എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമുള്ള പേഷ്യന്റ്. റെഫേർഡ് ഔട്ട് പേഷ്യന്റ് ആണെങ്കിലോ? ഒരു പേഷ്യന്റിന് മറ്റൊരു ഡോക്ടറെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ജനറൽ പ്രോബ്ലംസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഈ സ്പെസിഫിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു.